ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിലേക്ക് നമ്മളെ ഇന്നാക്കുന്ന ഫാക്ടർ എന്താണ്? വിഷ്വലാണോ അതോ സൗണ്ടാണോ? സാധാരണ നമ്മളൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധ്യത വിഷ്വൽസ് എന്നായിരിക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ വേൾഡുമായിട്ടും അതിലെ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ നമ്മൾ ഇമോഷണലി കണക്റ്റ് ആക്കുന്നതിൽ സൗണ്ട് ഡിസൈന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടുകൾ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന സൗണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് ഡിസൈൻ. പലർക്കും സിനിമയുടെ സൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് കോഴ്സ് അതിലൊരു പാർട്ടാണ്, പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആംബിയൻസുകൾ, റൂം ടോണുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഫോളി എലമെന്റ്സ് ആയിട്ടുള്ള ക്ലോത്ത് റസിൽസ്, ഫുഡ് സ്റ്റെപ്സ്, ഇതെല്ലാം നമ്മളെ ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ ഒരു ഹൊറർ സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കാം. ഹൊറർ സിനിമ പറയാൻ കാരണം അതിൽ സൗണ്ടിൻ്റെ യൂസ് ഭയങ്കര എവിഡൻ്റ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജംപ് സ്കെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈലൻസ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ സൗണ്ട് ഡിസൈനറുടെ ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ സൗണ്ടുകൾ ഇടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അൺസീൻ ഈ സൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു അൺസീൻ ഇമോഷണൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഒരു മെയിൻ കടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സൗണ്ട് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് സിനിമകൾ എടുത്തിട്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് സിനിമകൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ സാധാരണ എല്ലാവരും കാണാൻ സാധ്യതയുള്ള രണ്ട് സിനിമകളായിരിക്കാം എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസും അമറോസ് പെറോസും. ഈ രണ്ട് സിനിമകളും ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് സിനിമകളാണെങ്കിൽ കൂടെ അത് രണ്ടും നടക്കുന്ന രണ്ട് ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ കൂടെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ലാൻഡ്സ്കേപ്പുമായിട്ടും അല്ലെങ്കിൽ അതിലത്തെ ക്യാരക്ടേഴ്സുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്നതിൽ ഈ രണ്ട് സിനിമകളും സിമിലർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അമറോസ് പെറോസിൻ്റെ കാര്യം എടുക്കുക, അതിൽ സൗണ്ട് ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഭയങ്കര സ്പാരിങ്ങിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പല മൊമെൻറ്റ്സും നമുക്ക് സൗണ്ട് വെച്ച് മാത്രമാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു ഓപ്പണിംഗ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കാർ ചേസ് സീക്വൻസ് ആണ്. പക്ഷെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് എൻ്റയർലി സൗണ്ട് എഫക്ട്സ് വെച്ചിട്ടാണ്, അതായത് റിയൽ സൗണ്ട്സ് വെച്ചിട്ട് മാത്രമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ സിറ്റിയുടെ സൗണ്ട്സ്കേപ്പുകൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ എക്സാജറേറ്റഡ് ടയർ സ്ക്രീച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിട്ട് അവരുടെ ബ്രെത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ടെൻഷനും ആ മൊത്തത്തിലുള്ളൊരു ആ സ്പേസിൻ്റെ ക്ലോസ്ട്രോഫോബിക് ഫീലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ വിഷ്വലി ആ ക്രാഷ് കാണുന്നതിന് മുമ്പ് തന്നെ ഇമോഷണലി സൗണ്ട് നമ്മളെ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട് ആ സീക്വൻസിൽ. ഇപ്പോൾ അങ്കമാലി ഡയറക്ടറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വിഷ്വലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗണ്ട്സ്കേപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആൾക്കാരങ്ങനെ റിയലൈസ് ചെയ്യാറില്ല ശരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളതിൻ്റെ ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് വൺ ടേക്ക് സീക്വൻസ് എടുത്താൽ നമുക്ക് മനസ്സിലാവും ക്യാമറ ആ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ക്യാമറയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ലിമിറ്റഡ് ആണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആ വേൾഡ് ഫീൽ ചെയ്യാനും അതിൻ്റെ എല്ലാ അവർ പോകുന്ന വഴികളും അവരുടെ കൂടെ നടക്കുന്ന ക്യാരക്ടേഴ്സും അങ്ങനെ ഇപ്പോൾ കുറേ ചെണ്ടമേളവും പ്രൊസഷനും ഈ വെടിക്കെട്ടും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലേയേർഡ് സൗണ്ട് ഡിസൈൻ അപ്രോച്ചാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഓഡിയൻസ് അത് റിയലിസ്റ്റിക്കാന്ന് പറയുമ്പോൾ അത് ഈ സൗണ്ട് കൊണ്ട് കൂടിയാണ് അത് അച്ചീവ് ചെയ്യുന്നതെന്ന് പലപ്പോഴും ആൾക്കാർ റിയലൈസ് ചെയ്യാറില്ല. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് മാത്രമല്ല, ടോട്ടാലിറ്റിയിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ട ഫ്രെയിംസുകൾ മറക്കാം, ഡയലോഗ്സ് മറക്കാം, ക്യാരക്ടേഴ്സിനെ മറക്കാം. പക്ഷേ അത് മൊത്തത്തിൽ നമുക്ക് തന്നൊരു ഇമോഷൻ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. യെസ്, സൗണ്ട് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഇമോഷണൽ ടൂൾസ് ഇൻ സിനിമ. അതെ, സിനിമയ്ക്ക് ജീവൻ നൽകുന്ന സൗണ്ട് തന്നെയാണ്.